അപ്പോൾ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ചായക്ക് ഒരു കടി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു വെറൈറ്റി രീതിയിലാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആരും ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും. ഇതിനൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടു, അടിപൊളിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നേരെ പോയേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗൾ എടുത്തിട്ടുണ്ട് നമ്മൾ. അതിനകത്ത് നമ്മളൊരു 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു മുട്ട അങ്ങോട്ട് പൊടിച്ച് വയ്ക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഒരുപാട് കട്ടിയാവാതെ ഒരു മീഡിയം സൈസിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് കട്ടിയാവാൻ പാടില്ല. അപ്പോൾ എല്ലാം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടുത്ത നമ്മളൊരു അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പ് അവില്, ഒരു 3 സ്പൂണ് പഞ്ചസാര, എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനി കുറച്ച് നനച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നനയ്ക്കാം. അപ്പോൾ അവിലെല്ലാം നമ്മൾ നല്ലോണം നനച്ചെടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ചപ്പാത്തി പറയെടുത്ത് അതിനകത്ത് കുറച്ച് മാവിട്ട് കൊടുക്കാം. അതായത് നമ്മൾ കുഴച്ച് വെക്കുന്ന മാവാണ്. അത് പരത്താൻ വേണ്ടി കുറച്ചെടുത്തിട്ട് ഈ മാവിനകത്തൊക്കെ ഒന്ന് മുക്കിയിട്ട് ഒന്ന് പരത്തിട്ട് ഒന്ന് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരു അളവ് മുറിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു സൈസ് നമുക്ക് കിട്ടണ്ടേ, നമുക്കൊരു ഷേപ്പിന് എടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഫില്ലിങ്ങിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ എത്ര വേണം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം. ഇത് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എൻ്റെ ഏലക്കയില്ല, എന്നിട്ട് നമുക്ക് ഇങ്ങനെ മടക്കാം. ഈ മടക്കടി സൈഡെല്ലാം ഒട്ടിച്ചിട്ട് നമുക്ക് ഒരു ഡിസൈന് വേണ്ടി ഫോർക്ക് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്ത് മോഡലാണെങ്കിലും ആക്കാം ഇത് വെച്ച്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, എല്ലാം നമ്മൾ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രോസസ്സിംഗ് കൂടെ ഉണ്ട്, നമുക്ക് അത് ചെയ്യാം. വാ. അപ്പോൾ നമ്മൾ അതിനായി എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ദോശക്കല്ലാണ്. അത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. അത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ മേളിലും കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. തേച്ചൊന്ന് ഇപ്പോൾ നമ്മൾ ഈ ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇത് അതേ കണക്കിന് തിരിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. നമ്മൾ മടക്ക് വരുന്നിടത്ത് ഒന്ന് വേണമെങ്കിൽ നമുക്ക് സെൻറ്റർ ഒന്ന് പൊക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുത്തിട്ട്. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്